നിയമസഭാ തെരഞ്ഞെടുപ്പ് 8 മാസം അപ്പുറം വരാനിരിക്കെ ലഭിച്ച ഈ വിജയം, ഉപതെരഞ്ഞെടുപ്പ് വിജയം UDF ക്യാമ്പിന് വലിയ ആവേശം സൃഷ്ടിക്കുകയാണ്. അതേസമയം തെറ്റിൽ നിന്ന് എന്താണോ സംഭവിച്ചത് അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് മുന്നോട്ട് പോകും എന്നതാണ് ഇടതുപക്ഷം പറയുന്നത്. നമുക്കൊപ്പം ഇപ്പോൾ ഈ നിലമ്പൂർ നൽകുന്ന സൂചനകൾ എന്ത് എന്ന് പ്രതികരിക്കാൻ അതിഥികൾ കൂടി ചേരുകയാണ്. ആദ്യം ചേരുന്നത് BJP പ്രതിനിധിയാണ് കെ രഞ്ജിത്ത്. ശ്രീ രഞ്ജിത്ത്, നിലമ്പൂർ നിങ്ങളെ സംബന്ധിച്ച് ഒരു A ക്ലാസ് മണ്ഡലമൊന്നുമല്ല. പക്ഷെ നോക്കൂ, നിലമ്പൂരിൽ ശക്തമായ ഭരണവിരുദ്ധ വികാരം പ്രതിഫലിച്ചിരിക്കുന്നു എന്നതാണ് തെരഞ്ഞെടുപ്പ് റിസൾട്ട് സൂചിപ്പിക്കുന്നത്. അവിടെ നിങ്ങൾ ഒട്ടും വോട്ട് മെച്ചപ്പെടുത്തുന്ന നിലയിലേക്ക് വന്നില്ല എന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് ഭരണവിരുദ്ധ വികാരത്തിന്റെ ഗുണഭോക്താവാകാൻ കഴിയുന്നില്ല എന്ന് വരികയല്ലേ? നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കേരളത്തിലെ ഭരണ പ്രതിപക്ഷ മുന്നണികൾക്ക് എതിരായുള്ള ഒരു ജനവികാരം പ്രതിഫലിക്കുന്ന തെരഞ്ഞെടുപ്പാണ്. NDA സംബന്ധിച്ചിടത്തോളം BJPയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വലിയ സ്വാധീനമില്ലാത്ത ഒരു മണ്ഡലമാണ് നിലമ്പൂർ. പക്ഷെ എന്നാലും കഴിഞ്ഞ 2021 കിട്ടിയ വോട്ട് അതിനേക്കാൾ വോട്ട് വർദ്ധിപ്പിക്കാൻ NDA സഖ്യത്തിന് സാധിച്ചു. ഇവിടെ ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് വർധനവുള്ള ഏക മുന്നണി NDA മുന്നണി മാത്രമാണ്. ഇവിടെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി UDFൻ്റെ സ്ഥാനാർത്ഥിക്ക് കഴിഞ്ഞ തവണ കിട്ടിയേക്കാൾ 1000-ലധികം വോട്ടിൻ്റെ പിറകിലാണ് അദ്ദേഹം. അതുപോലെ തന്നെ LDFൻ്റെ സ്ഥാനാർത്ഥിക്ക് ഏകദേശം 15,000-ഓളം വോട്ടിൻ്റെ കുറവാണ്. BJPക്ക് മാത്രമാണ് കഴിഞ്ഞ തവണ കിട്ടിയേക്കാൾ വോട്ട് വർദ്ധിപ്പിക്കാൻ സാധിച്ചത്. നിങ്ങൾ ഓർക്കേണ്ടത് നമ്മുടെ ഉപതെരഞ്ഞെടുപ്പിന്റെ ചരിത്രത്തിൽ ഈ കഴിഞ്ഞ തവണത്തെ മൂന്നാം കക്ഷിക്ക് വോട്ട് വർദ്ധിക്കുന്നത് വളരെ അപൂർവമായി മാത്രം കാണുന്ന ഒരു സംഭവമാണ്. ഇവിടെ വോട്ട് വർദ്ധിച്ചു എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് 2016 എത്ര വോട്ട് ഉണ്ടായിരുന്നു എന്ന് കൂടി നോക്കണം. അന്ന് BDJ സ്ഥാനാർത്ഥി മത്സരിച്ചപ്പോൾ 12,284 വോട്ട് നിങ്ങൾക്കുണ്ടായിരുന്നു. അവിടെ നിന്ന് വോട്ട് വളരെ കുറഞ്ഞതാണ് 2021 തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുള്ളത്. അത് നിലനിർത്താനായി, അല്ലെങ്കിൽ അതിൽ നിന്ന് ഒരു അല്പം മെച്ചം എന്നതൊരു അവകാശവാദമാണോ? അല്ല, അങ്ങനെയാണെങ്കിൽ മുന്നണികളെയും വോട്ടിനെ കുറിച്ച് നമ്മൾ വിലയിരുത്തണ്ടേ? ഈ 5 വർഷം UDFന് വോട്ട് വർദ്ധിച്ചിട്ടില്ലല്ലോ. കൂടുതൽ വോട്ടർമാരുള്ളത് ഉണ്ടായിട്ട് പോലും വോട്ട് വർദ്ധിച്ചിട്ടില്ലല്ലോ. ഞാനതാണ് പറഞ്ഞത്. ഉപതെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്, ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടിംഗ് പാറ്റേൺ എങ്ങനെയാണ്? കഴിഞ്ഞ കാല ഉപതെരഞ്ഞെടുപ്പുകൾ എല്ലാം തന്നെ നമ്മെ സംബന്ധിച്ചോളം നെയ്യാറ്റിൻകരയിലും അരുവിക്കരയിലും ചേലക്കരയിലും ഒഴികെയുള്ള ബാക്കി എല്ലാ മണ്ഡലങ്ങളിലും ഉപതെരഞ്ഞെടുപ്പ് മണ്ഡലങ്ങളിലെല്ലാം തന്നെ BJPക്ക് വലിയ രീതിയിലുള്ള വോട്ട് കുറവുണ്ടായിട്ടുണ്ട്. പക്ഷേ ഇത്തവണ നിലമ്പൂരിൽ ഞങ്ങൾക്ക് വലിയ സ്വാധീനമില്ലാത്ത മണ്ഡലമായിട്ട് പോലും ഇവിടെ വോട്ട് നിലനിർത്താൻ സാധിച്ചു. മാത്രമല്ല, ഈ തെരഞ്ഞെടുപ്പിൽ BJP എടുത്ത നിലപാടെന്താണ്, NDA എടുത്ത നിലപാടെന്താണ്? ഞങ്ങൾ മാത്രമാണ് രാഷ്ട്രീയം പറഞ്ഞ് വോട്ട് ചോദിച്ചത്. ഞങ്ങൾ മാത്രമാണ്. ഞങ്ങൾ നിലമ്പൂരിലെ ജനങ്ങളുടെ മുമ്പിൽ വെച്ചിരിക്കുന്നത് വികസനമാണ്. വികസിത കേരളം, വികസിത നിലമ്പൂർ, ഈ ആശയമാണ് ഞങ്ങൾ ഈ നിലമ്പൂരിലെ ജനങ്ങളുടെ മുമ്പിൽ വെച്ചിരിക്കുന്നത്. UDFനെ സംബന്ധിച്ചോളം LDFനെ സംബന്ധിച്ചോളം വികസനം പറഞ്ഞ് വോട്ട് ചോദിക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല. ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ട ഇത് ജനാധിപത്യ രീതിയിലുള്ള തെരഞ്ഞെടുപ്പായിരുന്നില്ല ഇവിടെ നടന്നത്. ഇവിടെ മതം പറഞ്ഞിട്ടും ജാതി പറഞ്ഞിട്ടും ജനങ്ങളെ തമ്മിലടിപ്പിക്കുന്ന രീതിയിലുള്ള വിദ്വേഷ പ്രചരണം നടത്തിയിട്ടാണ് ഇവിടെ വോട്ട് സമ്പാദിച്ചിരിക്കുന്നത്. നിങ്ങൾ നോക്കേണ്ടത്, ഈ തെരഞ്ഞെടുപ്പിൽ UDFന്റെ കൂടെ പരസ്യമായി UDF പറഞ്ഞിരിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയെ പോലുള്ള മതമൗലികവാദിക സംഘടനകളുടെ വോട്ട് ഞങ്ങൾ വാങ്ങുമെന്ന് പരസ്യമായിട്ട് VD സതീശനെ പോലത്തെ പ്രതിപക്ഷ നേതാക്കന്മാരോട് പറയുക. നിങ്ങൾ ഓർക്കേണ്ടത്, ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായ സമയത്ത് ജമാഅത്തെ ഇസ്ലാമി നമ്മുടെ ഈ രാജ്യത്തിൻ്റെ രാജ്യദ്രോഹ സംഘടനയാണെന്ന് പരസ്യമായി പറഞ്ഞത്. ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് കോൺഗ്രസിന് ആവശ്യമില്ല എന്ന് പരസ്യമായി പറഞ്ഞത് UDFന്റെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയാണ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു, LDFനെ സംബന്ധിച്ചോളം എന്താ? LDF സംബന്ധിച്ചോളം മദനി എന്ന് പറയുന്ന PDPയുടെ നേതാവ് മദനി, ആ PDPയെയും കൂട്ടുപിടിച്ചുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പ് നേരിട്ടത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇവിടെ UDFും LDFും രാഷ്ട്രീയം പറഞ്ഞിട്ടല്ല വോട്ട് നേടിയിരിക്കുന്നത്, മറിച്ച് മതം പറഞ്ഞിട്ടും ജാതി പറഞ്ഞിട്ടും ജനങ്ങളെ തമ്മിലടിപ്പിക്കുന്ന രീതിയിലുള്ള സ്പർദ്ധ ഉണ്ടാക്കിക്കൊണ്ട് അത് മുതലെടുക്കാനായിരുന്നു UDFും LDFും ശ്രമിച്ചിരിക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ചോളം BJP കിട്ടിയ വോട്ട് എന്ന് പറയുന്നത് ഈ നാട്ടിലെ BJPക്ക് പരമ്പരാഗതമായി കിട്ടിക്കൊണ്ടിരിക്കുന്ന വോട്ടുകളാണ് BJP കിട്ടിയിരിക്കുന്നത്.
ആ വോട്ട് BJP ഇന്ന് നിലനിർത്തിയിട്ടുണ്ടെന്ന് പറയുന്നത് ചെറിയൊരു അവിടെ രഞ്ജിത്ത് നിലനിർത്തി എന്ന് പറയുമ്പോൾ തന്നെ സൂചിപ്പിച്ചുവല്ലോ, ഈ 2016 നേടിയ വോട്ടിനേക്കാൾ ഏതാണ്ട് 4000 വോട്ട് കുറവായിരുന്നു 2021 നിങ്ങൾ നേടിയത്. അതിനുശേഷം നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കെ സുരേന്ദ്രൻ മത്സരിച്ചപ്പോൾ നിലമ്പൂർ മണ്ഡലത്തിൽ ഏതാണ്ട് 17,000-ഓളം വോട്ട് സ്കോർ ചെയ്യുന്ന നിലയുണ്ടായി. അപ്പോൾ അവിടെ നിന്ന് നിങ്ങൾ പുറകോട്ട് പോയി എന്നൊരു യാഥാർത്ഥ്യം അംഗീകരിക്കാതെ ഞങ്ങൾ നിലം മെച്ചപ്പെടുത്തി എന്ന് പറയുന്നത് കൊണ്ട് കാര്യമുണ്ടോ? ഇങ്ങനെ പറഞ്ഞു പോകാമെന്നല്ലാതെ പാർട്ടിക്ക് എന്തെങ്കിലും ഗുണമുണ്ടാകുമോ? അല്ലല്ല നമ്മൾ ഒരു തെരഞ്ഞെടുപ്പിന്റെ വോട്ടിനെ കുറിച്ച് വിലയിരുത്തൽ എങ്ങനെയാണ്? തൊട്ടടുത്ത തെരഞ്ഞെടുപ്പിന്റെ വോട്ടിന്റെ കണക്കാണ് നമ്മൾ ഒരു തെരഞ്ഞെടുപ്പ് ഈ തെരഞ്ഞെടുപ്പിൽ വിലയിരുത്തേണ്ടത്. അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കിട്ടിയ വോട്ടാണോ UDF ഇത്തവണ കിട്ടിയിരിക്കുന്നത്? കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കിട്ടിയ വോട്ടാണോ LDF കിട്ടിയിരിക്കുന്നത്? അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിച്ച തെരഞ്ഞെടുപ്പാണ്. ജനങ്ങൾ ആഗ്രഹിക്കാത്ത ഒരു തെരഞ്ഞെടുപ്പാണ് നിലമ്പൂരിൽ നടന്നത്. അതുകൊണ്ട് തന്നെ ജനങ്ങൾ പലയാളും വോട്ട് ചെയ്തിട്ടില്ല. ജനങ്ങൾ ആഗ്രഹിക്കാത്ത ഒരു തെരഞ്ഞെടുപ്പ്. 8 മാസം മാത്രമേ ബാക്കിയുള്ളൂ. എന്തിനാണ് ഈ തെരഞ്ഞെടുപ്പ് വന്നിരിക്കുന്നത്? ഇപ്പം PV അൻവർ എന്താണ് പിണറായിസത്തിനെതിരെ പടപൊരുതിയിട്ടാണല്ലോ PV അൻവർ രാജിവെച്ച് പുറത്തു വരുന്നത്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് ജനങ്ങൾ ഒരു കാരണവശാലും അംഗീകരിക്കാത്ത, കോടികൾ ചെലവഴിച്ചുകൊണ്ട് നടത്തിയ ഒരു തെരഞ്ഞെടുപ്പ്, ഗവൺമെന്റിനും രാഷ്ട്രീയ പാർട്ടികൾക്കും എല്ലാം തന്നെ കോടികൾ ചെലവഴിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് 8 മാസം വേണ്ടി മാത്രമാണ് ഈ കോടികൾ ചെലവഴിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് ഇതിനോട് എതിർപ്പുള്ള തെരഞ്ഞെടുപ്പാണ്. പക്ഷേ ആ ഒരു എതിർപ്പ് ജനങ്ങൾ വോട്ടിംഗിൽ കാണിച്ചില്ല എന്നത് തെരഞ്ഞെടുപ്പ് വോട്ടിംഗ് ശതമാനത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ കണക്ക് വരുമ്പോൾ നമ്മൾക്ക് വ്യക്തമായിട്ടുള്ള കാര്യമാണ്. അങ്ങനെയൊക്കെ പ്രതീക്ഷിക്കപ്പെട്ടിരുന്നു. പക്ഷേ ആ വിധത്തിലൊന്നും തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കുന്ന ഒരു സ്വഭാവമായിരുന്നില്ല നിലമ്പൂരുകാർ കാണിച്ചത്. ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. M. നൌഷാദ് MLA കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ M. നൌഷാദ്, ഇവിടെ പിണറായിസത്തിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചുകൊണ്ടാണ് അൻവർ മുന്നണിയിൽ നിന്ന് പുറത്തു പോവുകയും പിന്നീട് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി അവിടെ മത്സരിക്കുകയും ചെയ്തത്. അവിടെ LDFനെ സംബന്ധിച്ച് നേരത്തെ പിടിച്ച വോട്ടുകൾ പിടിക്കാൻ കഴിയുന്നില്ല. സ്ഥാനാർത്ഥി ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയെ കളത്തിലിറങ്ങിയിട്ടും ജയം സ്വന്തമാക്കാൻ സാധിക്കുന്നില്ല എന്നൊരു സാഹചര്യം വരുന്നു. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലാണ് അവിടെ പ്രചരണ പരിപാടികൾ നടന്നത്. മുഖ്യമന്ത്രി മന്ത്രിമാരും തമ്പടിച്ച് നടത്തിയ സമാനതകളില്ലാത്ത പ്രചരണമാണ് നിലമ്പൂർ 23 ദിവസത്തോളം കണ്ടത്. അതിൽ 2 തവണ മുഖ്യമന്ത്രി വന്നുപോയി. മുഖ്യമന്ത്രിയുടെ യോഗങ്ങളിലൊക്കെ ആളുണ്ടെങ്കിലും അതൊന്നും വോട്ടായി മാറിയില്ല എന്ന് വേണോ മനസ്സിലാക്കാൻ? അങ്ങനെയാണെങ്കിൽ ഇത് ഈ ഭരണത്തിനെതിരെയുള്ള ഒരു വിലയിരുത്തലായി വേണമോ നമ്മൾ കാണാൻ? ഒരിക്കലും ഭരണത്തിനെതിരായ വിധികൾക്കല്ല, വസ്തുതാപരമായി തെരഞ്ഞെടുപ്പ് റിസൾട്ടിനെ വിലയിരുത്തുക. ഭരണത്തിനെതിരായിട്ടുള്ള വോട്ടാണെങ്കിൽ 2021 UDF കിട്ടിയ വോട്ട് ഈ ഉപതെരഞ്ഞെടുപ്പിൽ അവർക്ക് ലഭിച്ചിട്ടില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയമായി ഒരു തിരിച്ചടി ഇല്ല എന്ന് മാത്രമല്ല, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്കറിയാവുന്നത് പോലെ തന്നെ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിലും PV അൻവറിനെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാക്കി നിർത്തി നമ്മൾ വിജയിക്കുകയായിരുന്നു.